അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആകെ കണ്ടത് കുറച്ച് കച്ചവടക്കാരെ മാത്രമാണ് കണ്ണൂരിൽ ഇന്നത്തെ ദിവസം ഉള്ളത്. നമസ്കാരം. ആഹാ, മൺചട്ടിയാണ്. എവിടുന്നാ കൊണ്ടുവരുന്ന അമ്മ? വടകര, വയനാട്. വടകര എന്നാണോ? എല്ലാവരും വടകരക്കാരാണോ? ആ, എവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. മലപ്പുറം. വടകര. മലപ്പുറം. ആഹാ, ഇതിപ്പോ എത്ര ദിവസമായിട്ട് ഇവിടെ ഉണ്ട്? ഇവിടെ മിക്കവാറും ഇവിടെ ഉണ്ടാവും. വിഷു കച്ചവടത്തിന് വന്ന എന്ന് വന്നതാ? 28-ാം തീയതി വന്നു. ഇതുവരെയുള്ള കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം വളരെ പോക്കാണോ? അതെന്താ? ആരും ഇപ്പൊ മൺചട്ടി വാങ്ങുന്നില്ലേ? വാങ്ങുന്നില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ ഈ മൺചട്ടി? നിങ്ങൾ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്നത് അല്ലേ? ഒരുപാട് ഐറ്റം ചട്ടികളുണ്ട് ഇവിടെ. അപ്പൊ അപ്പം ഈ എത്ര ദിവസം ഉണ്ടാവും ഇനി വിഷു കഴിയുന്നത് വരെ? 13-ാം തീയതി വരെ ഉണ്ടാവും. സാധാരണ നല്ല കച്ചവടമാണോ ഈ സമയത്ത്? നിങ്ങൾ സ്ഥിരം വിഷുവിന് കണ്ണൂര് വരാറുണ്ടോ? വരലുണ്ട്. അപ്പൊ കണ്ണൂര് വിഷുവിന് നിങ്ങൾക്ക് മൺചട്ടിയൊക്കെ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പക്ഷെ ഇത്തവണ കച്ചവടം മോശമാണ്, നല്ല ചൂടുമുണ്ട് അല്ലേ? അതെന്തായിരിക്കും കച്ചവടം കുറയാൻ കാര്യം? ആൾക്കാർ വാങ്ങുന്നില്ലേ? പറഞ്ഞിട്ട് മൺചട്ടിക്ക് ഒരുപാട് ചെലവാണ്. അപ്പൊ മണ്ണിന് വില കൂടി, പണിക്കൂലി കൂടി. അപ്പൊ ഞങ്ങൾ വാങ്ങുന്നിടത്ത് അവരും വില കൂട്ടുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ട് അങ്ങനെ വില അവര് തർക്കിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഈ ഗ്യാസ് സ്റ്റൗവില് ഈ മൺചട്ടി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ അല്ലേ? ഈ മറ്റ് സാധനങ്ങളൊക്കെ വന്നപ്പോൾ മൺചട്ടി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അല്ലേ? മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൂടിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ കച്ചവടം കുറയുന്നതിന്റെ കാര്യം സാമ്പത്തിക പ്രശ്നമാണ് പ്രധാനമായിട്ടും. പെൻഷൻ ഇന്നലെ കൊടുത്തു. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കച്ചവടം കൂടും. ആ പ്രതീക്ഷയിലാണ്. അപ്പൊ പെൻഷൻ കൊടുത്തു തുടങ്ങിയാൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഒപ്പം എത്ര മനുഷ്യരല്ലേ? അവരുടെ കയ്യിൽ പെൻഷൻ വന്നാലേ ഇവരുടെ കയ്യിൽ പെൻഷൻ വരുന്നുള്ളൂ. ഇപ്പൊ സാധാരണ ചട്ടിക്ക് എത്ര രൂപയൊക്കെ വില വരും? 100 രൂപ, 300, 150, 400 രൂപയുടെ പല വിലയ്ക്കുള്ള ചട്ടികളുണ്ട് അല്ലേ? അപ്പൊ ഈ ബിസിനസ് തന്നെ ഇപ്പം വളരെ മോശമായിക്കൊണ്ടിരിക്കുക അല്ലേ? അല്ലേ? പാരമ്പര്യ മേഖല പൂർണ്ണമായിട്ട് പ്രോത്സാഹനം കിട്ടില്ല. സർക്കാരിന്റെയും കിട്ടുന്നില്ല അല്ലേ? അങ്ങനെ തന്നെയാണോ? സർക്കാരിന് പ്രോത്സാഹനം കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങൾ 2-3 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇനി വരുന്ന ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോകും. തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പോകും? നാട്ടിലേക്ക് പോകും. പിന്നെ നിങ്ങൾ അങ്ങോട്ട് വേറെ എവിടെയെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകും? പ്രധാനമായിട്ടും ഇങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ പോകും? ഉത്സവ കച്ചവടത്തിന് ഇടയ്ക്കിടയ്ക്ക് പോകും അല്ലേ? ഓരോ ഉത്സവ സീസണുകളിലും നിങ്ങൾ പോകും അല്ലേ? ഇങ്ങനെ യാത്ര ചെയ്ത് ഒക്കെ പോകും. വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ ആരുണ്ട്? മക്കളൊക്കെ ഉണ്ടോ? ഇതിലാരെങ്കിലും മക്കളുണ്ടോ? മോൻ ഏതാണ്? അവിടെ ഉണ്ട്, കച്ചവടം ചെയ്യാനുണ്ട് അല്ലേ? ഓക്കെ. അപ്പം കച്ചവടം കുറയുന്നു എന്നുള്ളതാണ് ഒരു വിഷമം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് വരുമ്പോൾ എങ്ങനെ വരും? ആർക്കെതിരെയുള്ള വോട്ടായിട്ട് തീരും? തീരുമാനിച്ചിട്ടുണ്ടോ? അതൊന്നും പറഞ്ഞിട്ടില്ല ആണ് അല്ലേ? പക്ഷേ ഈ ചൂടത്ത് നിങ്ങൾ ഈ കച്ചവടം നടത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ചൂടിനെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നത്? രാവിലെ വരില്ലേ നിങ്ങൾ? രാവിലെ മുതൽ എത്ര മണി വരെ ഉണ്ടാവും? ഞങ്ങളൊരു 7 മണി വരെ ഉണ്ടാവും. 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് കച്ചവടം നടക്കുന്നുണ്ടോ? ഇപ്പോൾ നടക്കും. ഓരോ സമയത്ത് അങ്ങനെ കിട്ടും. പല സമയത്ത് കഷ്ടിച്ച് നടക്കും. പക്ഷെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുള്ള ഫലമില്ല അല്ലേ? ഇവിടെ ഏറ്റവും നിങ്ങളുടെ വെറൈറ്റി പുതുമ നിറഞ്ഞ ഐറ്റം ഏതാ ഉള്ള മൺചട്ടിയിൽ? ഏറ്റവും രസകരമായ കുറേ സാധനം നമുക്ക് ഐറ്റങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം. ഇത് സാധാരണ ഈ മീൻചട്ടി മാത്രമല്ല, അല്ലെങ്കിൽ അരി വയ്ക്കുന്ന ചട്ടി മാത്രമല്ല, കരകൗശല വിദ്യയും ഇവർക്ക് വളരെ വഴങ്ങുന്നതാണ് അല്ലേ? ഇത് വിളക്കാണ്. ഇത് ശരിക്കും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന വിളക്കാണ് അല്ലേ? സാധാരണ ലോഹത്തിൽ മാത്രം നമ്മൾ കാണുന്നതാണ്. ഇത് മൺവിളക്കാണ് അല്ലേ? ഇത് എണ്ണ പിടിക്കുമോ? എണ്ണ ഒരുപാട് കുടിക്കുമോ? സാധാരണ മൺവിളക്കിൽ അങ്ങനെ ഒരു പറയാറുണ്ട്, എണ്ണ അധികം പിടിക്കാൻ സാധ്യതയുണ്ട്. അതാ കിണ്ടി, പണ്ട് നമ്മളെ ഓട്ടുകിണ്ടിയിൽ അല്ലേ? ഇത് ഓട്ടുകിണ്ടിയാണ്. താഴെ വീണ ബ്ലും താഴെ പൊതും. അപ്പോൾ ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കിണ്ടിയാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് വെള്ളം വെച്ച് നല്ല തണുക്കും അല്ലേ? നല്ലപോലെ കഴുകി ഇതിനകത്ത് വെള്ളം വെച്ചിട്ട് കുടിക്കുക. എന്ത് രസമായിരിക്കും അല്ലേ? അതെന്താ സാധനം? അത് മണി കേൾക്കുമോ? ശബ്ദം കേൾക്കുമോ? പക്ഷെ ലോഹം, ഇതെല്ലാം ലോഹം കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? അയ്യോ, ഇത് മണിയുടെ ഒരു ബിംബാണ്. പുതുതായിട്ടൊക്കെ വീട് വെച്ചേക്കുന്ന ആളുകൾക്ക് പറ്റും. മണിയുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ടെക്കെന്ന് പറഞ്ഞാൽ ആദ്യത്തെ അടിക്ക് പൊട്ടിപ്പോകും. അപ്പോൾ ഇതൊക്കെ നോക്കൂ. ഇത് മെഷീൻ വെച്ചാണോ കൈ വെച്ചാണോ? എല്ലാം കൈപ്പണിയാണ്. അപ്പോൾ നോക്കൂ അല്ലേ, നല്ല മനോഹരമായ മണി, മണ്ണ് കൊണ്ടുണ്ടാക്കിയ മണിയാണ്. പക്ഷെ മണിയില്ല, മണി പോലത്തെ മാതൃകയുണ്ട് അല്ലേ? ഇത് കൊണ്ടുവരുന്നത് നോക്കൂ. ഇത് നല്ല ചായക്കോപ്പ അല്ലേ? ചായക്കോപ്പ. ഇതിനകത്ത് സ്പൂണും ഉണ്ട് കേട്ടോ. നല്ല പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് രാവിലെ കുടിക്കാം. അതുപോലെ വേറൊരു ഐറ്റം, ഇതാ സൂപ്പർ ഐറ്റം ആണല്ലേ? ഇത് എത്ര രൂപ വരും ഇതിന്? 150 രൂപ, 150 രൂപ. നമുക്ക് ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് പോകണം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ. അതൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ പുതിയ കുറേ ഐറ്റങ്ങളുണ്ട്. ഇതെന്താ ചേട്ടാ ഇത്?
ഇത് കടായി നോക്ക്, നമ്മൾ സാധാരണ മറ്റേ ചട്ടിയിലല്ലേ കടായി, ഫ്രൈങ് പാൻ പോലെ. ഇത് ഇങ്ങനെ ടക്ക് 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 അല്ലേ, വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല മുരിച്ച് നല്ല രസം, നല്ല ചിക്കനും നല്ല ഫിഷും നല്ല അവിയലും തോരനും ഒക്കെ ഉണ്ടാക്കാം അല്ലേ ഇതിനകത്ത്. അപ്പോൾ കടായി കൊള്ളാം. അതാണ് പുതിയ ടൈപ്പ് ചീനച്ചട്ടി. അപ്പോൾ നോക്കൂ, ലോഹം കൊണ്ടുണ്ടാക്കുന്നതിൻ്റെ അത്ര പെർഫെക്ഷനോട് കൂടിയാണ് മണ്ണുകൊണ്ട് ഈ വളരെ രസകരമായ ഐറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വിളക്കായിട്ടോ. ഈ വിളക്ക് സാധാരണ ഇത് പൊട്ടിപ്പോയില്ലല്ലോ, കട്ടിയുണ്ടാവും. ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും ആണല്ലേ, ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇത് നിങ്ങൾ വിശ്വസിക്കുമോ, ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ വിളക്കാണ്. സാധാരണ ലോഹം കൊണ്ടുണ്ടാക്കുന്ന വിളക്കല്ല. ഈ വിളക്കിന് എത്ര രൂപ വരും? 750 രൂപ വരും അല്ലേ. ലോഹത്തിൻ്റെ അത്ര വിലയില്ല, പക്ഷേ എന്നാലും വിലയുണ്ട്. പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടാണ് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ. ഒരു ഉരുളയ്ക്ക് പൈസയാണ്, ഒരു ഉരുള എടുക്കും, ഉരുള എടുക്കും. അത്രയും ഉണ്ടാക്കും അല്ലേ. അതിനാണ് പൈസ. ഇത് കട്ടിയുണ്ട് അല്ലേ, വെള്ളം തന്നെയാതിരുന്നാൽ മതി അതന്നെ. അല്ലേ. ഓക്കെ, അപ്പോൾ സൂക്ഷിച്ച് വെച്ചോളൂ ഇത്. അപ്പോൾ അതാണ്. അപ്പം ആ വിളക്ക് കണ്ടോ, നല്ല മനോഹരമായ വിളക്ക്. അപ്പോൾ ഇങ്ങനെ ഇതൊരു കലാവിരുതും കൂടിയാണ് കേട്ടോ. കേവലം ഒരു തൊഴിൽ മാത്രമല്ല, അതിന് പിന്നിലൊരു കലയുണ്ട്, ആ കലയുടെ സ്പർശമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, കച്ചവടം വളരെ മോശമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിൽ പോയി വോട്ട് ചെയ്യാനൊക്കെ പോകുമല്ലോ, വോട്ട് ചെയ്യാനൊക്കെ പോകും എല്ലാവരും, അത് ആക്റ്റീവായിട്ട് പോകും. എനിക്കത് ഉത്സവത്തിൻ്റെ സീസണുകളിലാണ് ഇവർ പ്രത്യക്ഷപ്പെടുക, നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവുന്നവർ. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ. ഓക്കെ.